ഹായ് ഫ്രണ്ട്സ്, ഐറാസ് രുചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നൂഡിൽസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇപ്പി നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ആദ്യമായിട്ടൊരു പാനിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ നൂഡിൽസ് ഇട്ട് കൊടുക്കുക. ഇത് നന്നായി വെള്ളം നന്നായി തിളച്ചതിന് ശേഷം ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിത് കറക്റ്റ് ഒരു 3 മിനിറ്റ് ഇതിനൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ കറക്റ്റ് 3 മിനിറ്റ് തന്നെയാണ് ഇത് വേവിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിത് വെള്ളം കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് 3 കോഴിമുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതൊന്ന് ചിക്കിയെടുത്ത് മാറ്റി വയ്ക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചിക്കിയെടുക്കാം. കണ്ടില്ലേ, ഇങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ്. അത് ഞാനൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്ന് വഴന്ന് പോവണ്ട, ഒരു ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ഇനി അതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ക്യാരറ്റും അതേപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി, ഒരുപാട് അങ്ങോട്ട് വെന്ത് പോരുത്. ഇനി നമുക്കിതിലേക്ക് ഒഴിക്കാനായിട്ട് ഞാൻ പാത്രത്തിൽ കുറച്ച് വെള്ളം, ചെറിയ ചൂടുവെള്ളമാണ് ഇത്, ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂണോളം കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3/4 ടേബിൾ സ്പൂണോളം സോയ സോസും കൂടി ഒഴിച്ച് ഞാൻ നന്നായി മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ നേരത്തെ നമ്മുടെ ഇപ്പിയിലുള്ള മസാല ഉണ്ടല്ലോ, അതിൻ്റെ പാക്കറ്റാണ്. അത് ഞാൻ രണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കോഴിമുട്ട ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മീഡിയം സൈസിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ നൂഡിൽസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. നമ്മളിപ്പോൾ കറക്റ്റ് 3 മിനിറ്റ് തന്നെയാണ് അത് വേവിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ നമുക്കിതുപോലെ വിട്ട് കിട്ടില്ല. അപ്പോൾ നമുക്കിതൊന്ന് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.